എല്ലാവർക്കും നമസ്കാരം. ശ്യാമള ടീച്ചർ നമ്മളെ ഗ്രൂപ്പിലെ ആദ്യത്തെ മെമ്പർമാരിൽ ഒരാളാണ്. അപ്പോൾ ടീച്ചർ ഒരു അനുഭവം അയച്ചു തന്നിട്ട് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒന്ന് റിമൈൻഡ് ചെയ്തപ്പോഴാണ് ഞാനത് ഓർത്തത്. അപ്പോൾ നമുക്ക് കേൾക്കാം ടീച്ചറുടെ വലിയൊരു ആഗ്രഹം നിറവേറിയ സന്തോഷം. ഹരേ കൃഷ്ണ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ 70ാമത്തെ ജന്മനാളിൽ കണ്ണനെ തൊഴണമെന്നും അന്നദാനം കഴിക്കണമെന്നും. എൻ്റെ 60ാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ കണ്ണൻ രണ്ടും നടത്തി തന്നിരുന്നു. അങ്ങനെ കഴിഞ്ഞ മെയ് 13, 15 അവിടെ എത്തി. ഒരു വർഷം മുമ്പാണ് കേട്ടോ. ചെന്ന് ഉച്ചയ്ക്ക് തന്നെ കണ്ണനെ കണ്ടു, പ്രസാദമൂട്ട് കഴിച്ചു, അതും തൂമ്പിലയിൽ. എല്ലാ നേരവും അവിടുന്ന് തന്നെ ആഹാരം കഴിച്ചു. കണ്ണനെ കണ്ടു. 18 ഗീത മഹാപ്രദക്ഷിണം ചെയ്തു വരുന്നവർക്ക് കൊടുക്കുവാൻ ബിന്ദുവിനെ ഏൽപ്പിച്ചു. പിറ്റേ ദിവസം അമ്പലത്തിൽ നിന്നപ്പോൾ രണ്ടുപേരുടെ കയ്യിൽ ഗീത ഇരിക്കുന്നത് കണ്ടുട്ടോ. സന്തോഷമായി. ശീവേലി കണ്ടു, തൃപ്പുക, നെയ്യ് എല്ലാം വാങ്ങി. പിറ്റേ ദിവസം കുറൂരമ്മ അമ്പലം, പൂന്താനമില്ലം, തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രം, തിരൂര്, തുഞ്ചൻ പറമ്പ് ഒക്കെ പോയി. കോഴിക്കോട്ടുള്ള ഉഷ പറഞ്ഞതനുസരിച്ചാണ് തിരുമാന്താംകുന്ന് പോയത്. അവിടുന്ന് അന്നദാനം കഴിച്ചു. വൈകുന്നേരം 5 മണിക്ക് ഗുരുവായൂരെത്തി. ക്യൂവിൽ കയറി തൊഴുതു. ദീപാരാധന കണ്ടു. തൊഴാൻ പറ്റിയിട്ടോ. നാരായണ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനായിരുന്നു. അവിടെയും തൊഴുതു, പ്രസാദം കിട്ടി. അന്നദാനം കഴിച്ചു. ശീവേലി കണ്ടു. തൃപ്പുക, പ്രസാദം കിട്ടി. പിന്നെ ദിവസം ഇടവം 1-ാം തീയതി ആയിരുന്നു. രാവിലെ തൊഴുതിറങ്ങിട്ടോ. തൃശ്ശൂരിൽ പോയി. വീട്ടിലെത്തി. വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ എൻ്റെ കണ്ണൻ കൂടെ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. എന്താ കഥ, എവിടേക്കാ പോയത് എന്നുള്ളതാണല്ലേ. ഗുരുവായൂർ പോയിട്ടുണ്ട്, കുറൂരമ്മ അമ്പലത്തിൽ പോയി, പൂന്താന ഇല്ലം പോയി, തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രം പോയി, തിരൂര് തുഞ്ചൻ പറമ്പ് പോയിട്ട് ഒക്കെ ഒരു ഭാഗ്യം തന്നെയാണല്ലേ. ഒരു തീർത്ഥാടനത്തിന് പോയൊരു അനുഭൂതി നമുക്കും കേൾക്കുന്ന ആളുകൾക്കുണ്ട്. ഇതൊക്കെ ഭാഗ്യമാണ്. എന്താ പറയാമേ, ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. ഞാൻ പറയാറുണ്ട്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.